ഹായ് ഫ്രണ്ട്സ്, ഐ എം SajnaBasheer. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരുമുരാന്നിരിക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് ഉഴുന്ന് 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഉഴുന്ന് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നാൽ മാത്രമേ നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് അരച്ചെടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് 2 പ്രാവശ്യമൊക്കെ ഒന്ന് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ ബാക്കിയുള്ള ഉഴുന്നുകൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത ഉഴുന്നിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് കൂടെ അരിപ്പൊടി, 2 കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ കറുത്ത എള്ളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഈ ഉഴുന്ന് അരച്ച ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ഏകദേശമൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിപ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക തന്നെ വേണം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഞാൻ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഈ സ്റ്റാർ എന്നുള്ള ഈ ഒരു അച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ചെറിയ ബോൾസാക്കിയിട്ട് ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിറക്കി കൊടുക്കുക. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ലൈനാക്കിയിട്ട് ആദ്യം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ഒന്ന് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനിതുപോലെ കുറച്ച് ലെയറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അല്ല ഞാനിത് കറക്റ്റ് നല്ലതായിട്ട് മുരിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉഴുന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് മക്കൾക്ക് വൈകുന്നേരം ചായക്ക് കൊടുക്കാനും ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഏകദേശം ഇത്രയും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിലെ കിറ്റിലൊക്കെ ഉഴുന്ന് കിട്ടുന്നത് കാരണം എല്ലാ വീട്ടിലും ഉഴുന്നൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഉഴുന്നൊക്കെ ദോശയായിട്ട് മാത്രമോ ഇഡ്ഡലി ആയിട്ടൊക്കെ ആകുമ്പോൾ ആർക്കും അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി സ്നാക്കാക്കി മാറ്റിയാൽ മക്കളൊക്കെ നല്ലോണം കഴിച്ചോളും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.